ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ ദിവസവും നമുക്കിവിടെ മഴ കിട്ടുന്നുണ്ട്. ഇന്നും പതിവ് പോലെ മഴ തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. എണീറ്റ് വന്ന് നോക്കിയപ്പോൾ നമുക്ക് ദോശയ്ക്ക് അരച്ച് വെച്ച മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മാവൊക്കെ താഴോട്ട് പോയി. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും പൊങ്ങി വരുന്നത്. അങ്ങനെ രാവിലെ ആദ്യത്തെ പണി തന്നെ ദോശമാവിൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് കിട്ടി. പിന്നെ അവിടെ ഇനി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. നന്നായി പൊങ്ങി വന്നിട്ട് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് എനിക്ക് ഇത്രയും പൊങ്ങി വന്നേക്കുന്നത്. ഇതുവരെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നോർമലി ഞാൻ ആട്ടി വയ്ക്കുമ്പോൾ പുളിക്കാറില്ല. അപ്പോൾ നമുക്ക് പുളിച്ച മാവ് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ആട്ടുമ്പോഴും ആ മാവ് ഇതിൽ മിക്സ് ചെയ്യും. അങ്ങനെ നമ്മളതേ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 2 പാനിലായിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അപ്പയും മോളും അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അപ്പം എനിക്ക് ഉണ്ടാക്കി തരും, ഞാൻ കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. ചൂടോടെ ദോശ കഴിച്ചാലല്ലേ നമുക്കൊരു സുഖമുള്ളൂ. അപ്പം നമുക്ക് നാളത്തേക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. ഒരു ഇറ്റാലിയൻ ഫ്രണ്ടാണ് ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളതേ ഇപ്പോൾ ഏഷ്യൻ ഷോപ്പിലോട്ട് പോയേക്കുവാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊന്നും നമുക്ക് നോർമൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അധികം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഏഷ്യൻ ഷോപ്പിൽ പോയേക്കുവാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഫിഷും ക്രാബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂന് ക്രാബ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിൽക്കുമായിരുന്നേ. അപ്പോൾ എല്ലാ അരികളും ഉണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റി അരികൾ. നമ്മുടെ പാലക്കാട് മട്ടയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് മട്ടയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ബിരിയാണി അരി ഉണ്ടായിരുന്നില്ല കേട്ടോ, ജീരകശാല. അപ്പോൾ നമ്മൾ അതെടുത്തു. പിന്നെ പച്ചക്കറിയുടെ സെക്ഷൻ, അവിടെ മുരിങ്ങക്കായ, നമ്മുടെ വൻപയർ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ. ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ മാങ്ങ. പിന്നെ ഇവിടെ വെണ്ടയ്ക്ക, അതുപോലെയില്ലേ നമ്മുടെ ചക്കക്കുരു ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കവറിലാക്കിയിട്ട്. നെല്ലിക്ക കണ്ടോ ചക്കക്കുരുവിൻ്റെ ഒക്കെ ഒരു വില അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാടൻ സംഭവങ്ങൾ, ലഡു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കടല, പരിപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും. അതുപോലെ എനിക്ക് കായം വേണമായിരുന്നു, അതൊക്കെ ഇവിടെ കിട്ടി. പിന്നെ മാഗിയുടെ നൂഡിൽസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഈ നൂഡിൽസ് നോർമലി കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മാഗിയുടെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വന്നപ്പോൾ അവൽ, പൊരി, അത് പല ടൈപ്പ് അവലുകൾ ഉണ്ടായിരുന്നേ. അങ്ങനെ അവൽ നമ്മൾ വാങ്ങിച്ചു. പിന്നെ പൊരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതിൻ്റെ താഴെ തന്നെയായിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ഉണ്ട്. അതുപോലെ കാഷ്യൂനട്ട്, റൈസിൻ, നമ്മുടെ ഉണക്കമുന്തിരി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. സ്പൈസസ്, മല്ലിപ്പൊടി, മുളക് പൊടി, ആ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു തോന്നുന്നു. പിന്നെ അവർ എവിടെ നോക്കി ഒപ്പിച്ചുകൊണ്ടുവന്ന് നമുക്ക് തന്നായിരുന്നു. സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നില്ല റാക്കിൽ, പക്ഷേ അവർ നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എല്ലാ മസാലകളും ഉണ്ട്. നമ്മുടെ കേരള സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സാധനങ്ങളും. നോർമലി നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ പോകുമ്പോൾ നമ്മുടെ കേരള സാധനങ്ങൾ കിട്ടാൻ കുറച്ച് പാടാണ്. എല്ലാം നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഈ കടയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതൊക്കെ മിക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രീലങ്ക മിക്സ്ചറാണ്. മിക്സ്ചർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എള്ളുണ്ട, കടലമിഠായി, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചു, മിക്സ്ചർ വാങ്ങിച്ചേ. ഇപ്പോൾ ഇത് നമ്മുടെ നാടൻ വാളംപുളിയാണ്. വാളംപുളി ഉണ്ടായിരുന്നു, കൊടംപുളി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ കട കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഏഷ്യൻ ഷോപ്പിൽ പോയി എല്ലാം കിട്ടും നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞെങ്കിലും നമ്മൾ പോയ കടകളിൽ നിന്നൊന്നും ഇങ്ങനെ ഇത്ര ഐറ്റംസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര വലിയൊരു കടയാണ്. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അച്ചാറിൻ്റെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലൈമിൻ്റെ നാരങ്ങ അച്ചാറാണ് കിട്ടിയത്. പിന്നെ പല ടൈപ്പ് സോസുകൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കോഫി, ടീ, അങ്ങനത്തെ സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ലിക്വർ സെക്ഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് എല്ലാ ടൈപ്പ് വൈനും ലിക്വറും എല്ലാം കിട്ടും. അതിന് വേറെ പ്രത്യേകിച്ച് ബാറ് സംഭവങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നോർമൽ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇതെല്ലാം കാപ്പിപ്പൊടി, മുകളിൽ ചായപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ സോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ലൈഫ് ബോർഡ് സോപ്പ്, മെഡിമിക്സ്, ആ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതിൻ്റെ ഉള്ളിൽ സാധനം ഒരു മിഠായി ഉണ്ട്. ഇത് ലിക്വിഡ് നിൽക്കുമ്പോൾ ആ മിഠായി ലിക്വിഡിലായിട്ട് നമുക്ക് ആ ലിക്വിഡും കിട്ടും, മിഠായി കിട്ടും കൂടെ.
എവിടെ പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ തപ്പി പിടിച്ചുകൊണ്ട് വരും കേട്ടോ, അത് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് നമുക്ക് കിട്ടിയിട്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഷേപ്പ് ബിസ്ക്കറ്റ് ഇല്ലേ, ആ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പല വെറൈറ്റി ഇങ്ങനെ പാക്കറ്റിലുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് അല്ല, ഇങ്ങനെ കുട്ടികളെ പറ്റിക്കാനുള്ള ക്യാൻഡീസ് ഉണ്ടല്ലോ കുറേ, അതും കുറേ വെറൈറ്റി ക്യാൻഡീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മുമ്പേ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക. നാട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ നാട്ടിലത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ആയിരിക്കും അല്ലേ, ഭയങ്കര ഇഷ്ടമായിരിക്കും നാട്ടിലത്തെ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി. പക്ഷെ നാട്ടിലായിരിക്കുമ്പോൾ മിക്കവാറും കൈ കിട്ടിയാൽ പോലും നമ്മൾ കഴിക്കില്ല. നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വന്ന് ബസ്സിൽ കയറിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ബസ് എടുത്തിട്ടില്ല, ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബസ് കാലിയാണ്, ബസ് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഏഷ്യൻ കടയിലാട്ടോ പോയത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകാം. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങനത്തെ ഫ്രോസൺ ആയിട്ടുള്ള ചെമ്മീനായിരിക്കും. നല്ലതാണ് കേട്ടോ. പക്ഷേ ഫ്രോസൺ ആണെങ്കിലും ഐസ് മാറി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ചെമ്മീൻ പോലെ തന്നെ ഉണ്ടാവും. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ, നല്ല ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അതേ ചെമ്മീൻ നമുക്കിനി ക്ലീൻ ചെയ്ത് മുളകൊക്കെ തേച്ച് വെക്കാനുണ്ട്. അപ്പോൾ പരിപാടികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.